ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്വാട്ടിക് എക്കോസിസ്റ്റം. സെക്കൻഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ടൈപ്പ് എക്കോസിസ്റ്റമാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. എന്താണ് അക്വാട്ടിക് എക്കോസിസ്റ്റം? അക്വാട്ടിക് എക്കോസിസ്റ്റം ഡീൽസ് വിത്ത് ദ ബയോട്ടിക് കമ്മ്യൂണിറ്റി പ്രസൻറ്റ് ഇൻ വാട്ടർ ബോഡീസ്. എന്നാൽ വാട്ടർ ബോഡീസായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന എല്ലാ എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയാം. അതിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്: ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും മറൈൻ എക്കോസിസ്റ്റവും. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ് പോണ്ട്, ലേക്ക് എക്സെട്ര. മറൈൻ എക്കോസിസ്റ്റം നമുക്കറിയാം ഓഷ്യൻ, സീ, മറൈൻ, അങ്ങനത്തെ സോൾട്ടി വാട്ടർ ആയിട്ടുള്ള ഇതിനെയാണ് മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയാം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ, കരബന്ധിതമായ എക്കോസിസ്റ്റത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനൊക്കെ ഗ്യാസസ് ഫോമിലാണ് കാണുക. നമ്മൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഡെസേർട്ട് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം, ഇതിലെല്ലാം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എല്ലാം ഗ്യാസസ് ഫോമിൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ഇതുപോലത്തെ ഇതെല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലെ ഫസ്റ്റ് വണ്ണായ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Fresh water ecosystem cover 0.8% of the Earth's surface and contain 0.009% of its total water. വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഉള്ളൂ. നമ്മുടെ കിണറുകൾ അല്ലെങ്കിൽ കുളങ്ങൾ, തടാകങ്ങൾ, ഇതെല്ലാം കൂട്ടിയിട്ട്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം കണ്ടെയ്ൻ 41% ഓഫ് ദ വേൾഡ് നോൺ ഫിഷ് സ്പീഷീസ്. 45% ഫിഷ് സ്പീഷീസുകൾ ഉള്ളത് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലാണ്. നമുക്കറിയാം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ വളരുന്ന മീനുകൾ അല്ലെങ്കിൽ അത് സാൾട്ട് വാട്ടറിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഫ്രഷ് എക്കോസിസ്റ്റങ്ങൾ ചെയ്യുന്ന ഫങ്ഷൻസാണ് റീസൈക്കിൾ ന്യൂട്രിയൻസ്, പ്യൂരിഫൈ വാട്ടർ, അറ്റ്യൂനേറ്റ് ഫ്ലഡ് എന്നാൽ ഫ്ലഡിനെ തടഞ്ഞു നിർത്തൽ, ലഘൂകരിക്കുക, റീചാർജ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് പ്രൊവൈഡ് ഹാബിറ്റാറ്റ്സ് ഫോർ വൈൽഡ് ലൈഫ്. ഇതെല്ലാം ഫങ്ഷൻസാണ്. അതുപോലെ അക്വാട്ടിക് എക്കോസിസ്റ്റം ഓൾസോ യൂസ്ഡ് ഫോർ ഹ്യൂമൻ റിക്രിയേഷൻ. നമ്മുടെ ടൂറിസം മേഖല അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ബോട്ട് സർവീസ് അല്ലെങ്കിൽ നമ്മളെ കാഴ്ചകൾക്ക്, ഇതെല്ലാം നമ്മൾ ഹ്യൂമൻ റിക്രിയേഷൻ, നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ ടൂറിസം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇൻ കോസ്റ്റൽ റീജിയൻ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകം കോസ്റ്റൽ ഏരിയ ഭയങ്കര ആലപ്പുഴ അല്ലെങ്കിൽ കോവളം പോലത്തെ കോസ്റ്റൽ റീജിയൻസ് ഭയങ്കര ടൂറിസം മേഖലയായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ഇനി ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു എക്കോസിസ്റ്റമാണ് പോണ്ട് എക്കോസിസ്റ്റം. എന്താണ് ഒരു പോണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ചെറിയ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റമാണ്. എപ്പോഴും അത് സ്റ്റില്ലായിരിക്കും, ഒരു ചെറിയ വാട്ടർ ബോഡി. അവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള കുളങ്ങൾ ഇപ്പം കുറേ അപ്രത്യക്ഷമാവുകയുണ്ടെങ്കിലും എന്നാലും കുളങ്ങളെക്കുറിച്ച് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുറച്ച് മീനുകളുണ്ടാവും, മീനുകളുണ്ടാവും, അതിനെ ചുറ്റിപ്പറ്റി മീനിനെ പിടിക്കാൻ വരുന്ന കൊക്ക്, കടൽക്കാക്കകൾ, ഇതെല്ലാം ആ ഒരു എക്കോസിസ്റ്റത്തിൽ വരുന്ന ലിവിങ് ഓർഗാനിസംസാണ്. അതുപോലെ പായലുണ്ടാവും, ആൽഗെ, ചെറിയ മീനുണ്ടാവും, വലിയ മീനുണ്ടാവും, പിന്നെ തവളകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഓർഗാനിസംസ് ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ടാവും. എപ്പോഴും ഇതിൽ ഒഴുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ വേവ്സ് ഒന്നും ഉണ്ടാവില്ല, തിര പോലെ ഉണ്ടാവില്ല. വളരെ ചെറിയൊരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന, ഒഴുക്കുണ്ടാവില്ല, ഷാളോ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് പോണ്ട് എക്കോസിസ്റ്റം. അതിൽ പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതിൻ്റെ ടോപ്പിൽ സർഫസും ബോട്ടത്തിലെ വാട്ടർ ബോഡിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രയും കുറഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. ടെമ്പറേച്ചറൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും, വളരെ ചെറിയ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ ഓക്സിജൻ കണ്ടൻറ്റും ഇതൊന്നും നമ്മൾ വലിയൊരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഓഷ്യനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് സർഫസും അതിൻ്റെ ഡീപ് സീ ഒക്കെ നല്ല മാറ്റങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും പോണ്ട് എക്കോസിസ്റ്റത്തിൽ ഇല്ല. ഈ പോയിൻറ്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പോണ്ട് എക്കോസിസ്റ്റത്തിൽ എല്ലാ എക്കോസിസ്റ്റത്തിലും രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ടാണ് അബയോട്ടിക് കമ്പോണൻസും അതുപോലെ ബയോട്ടിക് കമ്പോണൻസ്. അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ.
പോണ്ട് എക്കോസിസ്റ്റത്തിൽ വരുന്ന ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഹീറ്റ്, ലൈറ്റ്, pH വാല്യൂ ഓഫ് വാട്ടർ, ഇതെല്ലാം എല്ലാത്തിലും വരുന്നതിന്. ആൻഡ് ബേസിക് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, കാൽസ്യം, നൈട്രജൻ, ഫോസ്ഫേറ്റ്സ്, അമിനോ ആസിഡ്, ഹ്യൂമിക് ആസിഡ്, etc. Inorganic salt occur in the form of phosphate, nitrate, chlorides of sodium, potassium and calcium. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം നൈട്രേറ്റ്, ഇങ്ങനത്തെ കുറേ കോമ്പൗണ്ട്സുകളാണ് ഉള്ളത്. സം പ്രപ്പോർഷൻ ഓഫ് ന്യൂട്രിയൻസ് എക്സിസ്റ്റ് ഇൻ ദ സൊല്യൂഷൻ സ്റ്റേറ്റ്. മോസ്റ്റ് ഓഫ് ദം ആർ പ്രസൻറ്റ് ഇൻ സ്റ്റോർഡ് particulate matter as well as living organism. ആണ് ന്യൂട്രിയൻസ് പല ഇതിലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ പർട്ടിക്കുലേറ്റ് മാറ്റർ ലിവിങ് ഓർഗാനിസത്തിലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ബയോട്ടിക് കമ്പൗണ്ട്സിൽ പോണ്ട് എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പൗണ്ട്സ് എല്ലാത്തിലും വരുന്ന പോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നത് ഓട്ടോട്രോഫിക് എന്നാൽ ഗ്രീൻ പ്ലാന്റ്സുകൾ, അതിനകത്ത് മുകളിലുണ്ടാകുന്ന അല്ല, അതുപോലെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, ചില ചെറിയ ബാക്ടീരിയകൾ ഫോട്ടോസിന്തറ്റിക് കാരണം അതിൽ ക്ലോറോഫിൽ പോലത്തെ ഇതുണ്ടായിട്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽഗകൾ, പായലുകൾ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്, പ്രൊഡ്യൂസേഴ്സിൽ വരുന്നത്. സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലൈറ്റ് വഴി, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൺസ്, പൊങ്ങിക്കിടക്കുന്ന കുറേ പ്ലാങ്ക്ടൺസ് ഉണ്ടാകും. അതുപോലെ ചെറിയ ഈ സസ്യങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ഈ ചെറിയ ബാക്ടീരിയാസിനെ ഭക്ഷണമാക്കുന്ന പ്ലാങ്ക്ടൺസും അതുപോലെ പ്ലാങ്ക്ടൺസും ഉണ്ടാവും. അതാണ് കൺസ്യൂമേഴ്സായിട്ട് വരുന്നത്. ഡീകമ്പോസേഴ്സായിട്ട് വരുന്നത് വേസ്റ്റ് അല്ലെങ്കിൽ ഡെട്രിയസ് ഇതിനെ ഡീക്കേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീക്കേയിങ് പ്ലാന്റ്, ആനിമൽസ്, ഡെട്രിയസ് ഫുഡ് ഭക്ഷണമാക്കുന്നതിനാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഡീകമ്പോസേഴ്സിനെയാണ് അല്ലെങ്കിൽ ചത്തതിനെ തിന്നുന്നതിനെയാണ് നമ്മൾ ഡെട്രിവോർസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മറ്റ് എക്കോസിസ്റ്റങ്ങളിൽ നോക്കിയിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേക്സ്, തടാകങ്ങൾ. ലേക്ക് എന്ന് പറഞ്ഞാൽ പോണ്ടിനേക്കാളും ഒരു ബിഗ്ഗർ വാട്ടർ ബോഡിയാണ്. കുറച്ചും കൂടെ ആഴമുണ്ടാവും, അതുപോലെ അതിൻ്റെ ഏരിയ കുറച്ച് വലുതായിരിക്കും. പക്ഷേ നമ്മൾ പുഴയെ പോലെയോ അല്ലെങ്കിൽ സ്ട്രീംസ് പോലെയോ ഒന്നും ഒഴുകില്ല. കാരണം അതുപോലെ തിരകളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ കാമായിട്ട് കിടക്കുന്ന, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന തടാകങ്ങൾ. ചെറിയൊരു തിര ഉണ്ടാവും ചില വലിയ ലേക്കുകളിലൊക്കെ, അത്രയേ ഉണ്ടാവുള്ളൂ. അതുപോലെ ചെറിയ തിര എന്ന് പറയാൻ പറ്റില്ല, കാരണം വലിയ തിര എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എ ലേക്ക് ഈസ് എ ബോഡി ഓഫ് വാട്ടർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ലാൻഡ്. ലേക്ക് ക്യാൻ എയ്തർ ബി സോൾട്ടി ഓർ ഫ്രഷ് വാട്ടർ. കാരണം ശുദ്ധജല തടാകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ ഉപ്പു തടാകങ്ങളുണ്ട്. രണ്ടും വരാം. നമ്മളിപ്പോൾ പഠിക്കുന്നതിൽ ഫ്രഷ് വാട്ടർ ഇതിലാണ്, രണ്ടും ഉണ്ടാവാം. എന്നാൽ ഒരു കരയോട് ചുറ്റപ്പെട്ടതായിരിക്കും തടാകങ്ങൾ. അതിൻ്റെ അല്ലെങ്കിൽ ഒരു രണ്ട് മലകളുടെ ഇടയിൽ ഒരു വാലിയിലായിരിക്കും തടാകങ്ങൾ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഗ്ലേഷ്യർ, ഐസുകൾ ഉരുകി വന്നിട്ട് അതിൻ്റെ വാലിയിൽ, ഐസ് മലകൾ ഉരുകി വന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴ്വാരങ്ങളിൽ വന്നിട്ട് അവിടെ ഒരു തടാകം രൂപപ്പെടാം. Most lakes are placed in the places where glaciers used to exist. When the glacier moves forward, it curves away a deep valley and ice melt forms a lake in the valley. അത് ഇപ്പോൾ പറഞ്ഞ സെയിം പോയിൻ്റാണ്. ഇനി എന്തൊക്കെയാണ് ലേക്കിലെ അബയോട്ടിക് ഫാക്ടേഴ്സ്? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ആസിഡിറ്റി, ടർബിഡിറ്റി, അതുപോലെ നൈട്രജൻ, ന്യൂട്രിയൻ കണ്ടൻസുകൾ, അതുപോലെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ, ഇതൊക്കെയാണ് കുറേ. പിന്നെ pHൻ്റെ വാല്യൂ, ടെമ്പറേച്ചർ, ലൈറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കാരണം ജീവനില്ലാത്ത കുറേ ഫാക്ടേഴ്സ്, ലൈറ്റ്, ടെമ്പറേച്ചർ, വിൻഡ്, ടർബുലൻസ്, ഇതൊക്കെയാണ് എപ്പോഴും അബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സ്: ബാക്ടീരിയ, ആൽഗ, ഇൻവെർട്ടിബ്രേ, ഫിഷസ് ആൻഡ് അതർ വെർട്ടിബ്രേ, ഇങ്ങനത്തെ കുറേ വൈൽഡ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇതെല്ലാം ഉണ്ടാവും. ടിപ്പിക്കലി എ ലിറ്ററൽ സോൺ കണ്ടെയ്നിങ് എ റൂട്ടഡ് വെജിറ്റേഷൻ.
എ ലിംനറ്റിക് സോൺ എന്നാൽ ഈ തടാകത്തെ ലേക്കിനെ 3 ലെയറായിട്ട് ഇതൊക്കെയാണ്. ലിറ്ററൽ സോൺ, അതുപോലെ ലിംനറ്റിക് സോൺ, അതുപോലെ പ്രൊഫണ്ടൽ സോൺ. ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞാൽ എ റൂട്ടഡ് വെജിറ്റേഷൻ. ലിംനറ്റിക് സോൺ ഓഫ് ഓപ്പൺ വാട്ടർ ഡോമിനേറ്റഡ് ബൈ എ പ്ലാങ്ക്ടൺ ആൻഡ് എ ഡീപ്പ് വാട്ടർ പ്രൊഫണ്ടൽ സോൺ. ഏറ്റവും മുകളിലുള്ളത് ലിറ്ററൽ, പിന്നെ ലിംനറ്റിക്, പിന്നെ പ്രൊഫണ്ടൽ സോൺ. ഓൾസോ ദ ലേക്ക് ബിക്കം തെർമലി സ്ട്രാറ്റിഫൈഡ് ഇൻ വിൻറ്റേഴ്സ് ആൻഡ് സമ്മേഴ്സ്. തെർമലി സ്ട്രാറ്റിഫൈഡ് ആണ്. ടെമ്പറേച്ചറിന് ചെറിയ സ്ട്രാറ്റകൾ രൂപപ്പെടും സമ്മറിലും വിൻ്ററിലും ഒക്കെ ആയിട്ട്. ഇനി ടൈപ്സ് ഓഫ് ലേക്ക്. 5 തരം ലേക്കുകളുണ്ട്. ഗ്ലേഷ്യൽ ലേക്ക്, നമ്മൾ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഐസ്, ഗ്ലേഷ്യസ് ഫോമിൽ നിന്ന് അവിടുന്ന് ഒരു ലാർജ് റിവർ ഓഫ് ഐസ് വിച്ച് ഫ്ലോസ് വെരി സ്ലോലി ഡൗൺ എ വാലി, എന്നാൽ താഴേക്ക് ഒഴുകി വന്ന് ആ വാലിയിൽ രൂപപ്പെടുന്ന ലേക്കിനെയാണ് ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ടെക്ടോണിക് ലേക്ക് എന്ന് പറഞ്ഞാൽ ടെക്ടോണിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എർത്ത് ക്രസ്റ്റ് മൂവ് ചെയ്യുന്നതിനാണ് ടെക്ടോണിക് മോഷൻ എന്ന് പറയുക. ടെക്ടോണിക് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് ഓൾ ലേക്ക് ബേസിൻ വിച്ച് ആർ ഫോംഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡീപ്പർ പാർട്സ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ് എയ്തർ ഡ്യൂ ടു ദ ഡിഫറൻഷ്യൽ എർത്ത് മൂവ്മെൻറ്റ് ഓർ ഡ്യൂ ടു ദ ഫ്രാക്ചർ ഓഫ് അണ്ടർലൈയിങ് സ്ട്രാറ്റ. എന്നാൽ എർത്ത് ക്രസ്റ്റ്, ഡീപ്പർ പാർട്സ് ഓഫ് എർത്ത് ക്രസ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ രൂപപ്പെടുന്നതിനെയാണ് ടെക്ടോണിക് ലേക്ക് എന്ന് പറയാം. ഓക്സ്ബോ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുഴ ഇങ്ങനെ മാറി ഒഴുകി അങ്ങനെ ഒരു എസ് ഷേപ്പ്, ഒരു കർവ് ഷേപ്പിൽ നിന്ന് ആ എസ്സിൻ്റെ ആ ഒരു മൂല അങ്ങനെ മാറി അവിടെ ഒരു കര വന്നിട്ട് പിന്നെ ഒരു തടാകമായിട്ട് ഇത് മാറി ആ പുഴ വഴി മാറി ഒഴുകിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം ഒറ്റപ്പെടും. അതിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുക. ദീസ് ആർ ക്രിയേറ്റഡ് ബൈ എസ് ഷേപ്ഡ് മിയാൻഡറിങ് സ്ട്രീംസ് ഓർ റിവേഴ്സ് ഇൻ ദ ഫ്ലോർ ഓഫ് എ വാലി. ഒരു വാലിൻ്റെ ഇടയിലാണിത് സംഭവിക്കുക. പിന്നെ വോൾക്കാനിക് ആക്ടിവിറ്റി, നമ്മളെ വോൾക്കാനിക് എറപ്ഷൻ വഴി ഉണ്ടാവുന്ന ലേക്കുകൾ. അവിടെയൊക്കെ വെജിറ്റേഷൻ വളരെ കുറവായിരിക്കും. അവിടെ മത്സ്യങ്ങൾ ഇങ്ങനത്തെ സംഭവമൊന്നും ഈ ലേക്കിൽ ഉണ്ടാവില്ല. ലേക്ക് ഫോംഡ് ബൈ വിൻഡ് ആക്ഷൻ, കാറ്റിൻ്റെ സഹായത്താൽ, കാറ്റിൻ്റെ ദിശ ഉണ്ടായിട്ട് ഫോം ചെയ്യുന്ന ലേക്ക്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ലേക്കിൽ വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോൺസ് ആൻഡ് ലേക്ക്. Lakes and ponds typically contain diversity of organisms that perform at different ecological functions. Lakes and ponds are an important source of fresh water for human consumption and are inhabited by a diverse suite of organisms. നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ അതുപോലെ ക്രോപ്പ് ഗ്രോയിങ്ങിനെല്ലാം നമ്മൾ ഫ്രഷ് വാട്ടർ പോണ്ടും ലേക്കും ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഹാസ് ഹൈ കപ്പാസിറ്റി ഫോർ ഹീറ്റ് ആൻഡ് എർത്ത് മോസ്റ്റ്ലി കവേർഡ് വിത്ത് വാട്ടർ, സോ ടെമ്പറേച്ചർ of the atmosphere is kept fairly constant and able to support life. നമ്മുടെ ടെമ്പറേച്ചർ നിലനിർത്താൻ, അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ നിലനിർത്താൻ ഇതുപോലെ കുളങ്ങളും ലേക്കുകളെല്ലാം സഹായിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാനും. പ്ലാങ്ക്ടൺ വിച്ച് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഫോട്ടോസിന്തസിസ് ഓൺ ദ എർത്ത് ഫൗണ്ട് lake, ponds and ocean. Without there might not enough oxygen to support such a large world population and complex animal life. പ്ലാങ്ക്ടൺസ്, പൊങ്ങിക്കിടക്കുന്ന കുറേ ആൽഗകൾ, ഇതൊക്കെ വളരാനും അതിനെ നിലനിർത്താനും ഇങ്ങനത്തെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റമുകൾ സഹായിക്കുന്നുണ്ട്. പോണ്ട്, എസ്പെഷ്യലി പോണ്ട് ആൻഡ് ലേക്ക്. വി ഫിഷ് ഫ്രം ദ പോണ്ട് വി ഓഫൺ ദ ഫിഷ് ക്യാച്ച്. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ടർ കംസ് ഫ്രം ദ ലേക്ക് ആൻഡ് പോണ്ട് ബട്ട് പ്യൂരിഫൈഡ്. ஆனால் നമുക്കറിയാം മത്സ്യങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ അവർ വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് മീനിനെ മറൈൻ അല്ലെങ്കിൽ ഫിഷ് ആയിട്ടുള്ള മിനറൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുളങ്ങളെയും ലേക്കുകളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള റിവേഴ്സ് ആൻഡ് സ്ട്രീം. എന്നാൽ ഇത് പോണ്ടിൽ നിന്നും ലേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ്. റിവേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു എർത്ത് ബിക്കോസ് ഓഫ് ആർ ദ മേജർ ഫോഴ്സ് ദാറ്റ് ഷേപ്പ് ഇൻ ദ ലാൻഡ്സ്കേപ്പ്. എർത്തിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഷേപ്പ് നിലനിർത്തുന്നത് പുഴകളാണെന്നാണ് പറയുന്നത്. ഓൾസോ ദേ പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, ഫാമിംഗ്. ട്രാൻസ്പോർട്ടേഷന്, അതുപോലെ ഡ്രിങ്കിങ്, വാഷിംഗ്, ഫാമിംഗ്. റിവേഴ്സ് ക്യാൻ ഫ്ലോ ഓൺ ലാൻഡ് ഓർ അണ്ടർഗ്രൗണ്ട് ഇൻ ഡെസേർട്ട് ആൻഡ് സീസ്. റിവേഴ്സ് മേ കം ഫ്രം മൗണ്ടെയിൻ സ്പ്രിങ്സ്. കാരണം നമുക്കറിയാം മലമുകളിൽ നിന്നാണ്
അല്ലെങ്കിൽ ഒരു മെൽറ്റിംഗ് ഗ്ലേഷ്യറിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പുഴകൾ. ആ ഒഴുകി നമ്മുടെ ഇതിലൂടെ സമതലങ്ങളിലൂടെ ഒഴുകി അത് അവസാനം ഓഷ്യനിൽ എത്തിച്ചേരും. പിന്നെ പറയുന്നത് സ്പെഷ്യൽ എൻവയോൺമെൻറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ ദ ഫ്രഷ് വാട്ടർ ഫ്രം ദ റിവർ മിക്സസ് വെൻ ദ സോൾട്ടി ഓഷ്യൻ വാട്ടർ. നമ്മൾ ഫ്രഷ് വാട്ടർ റിവർ പോയി അവസാനം ചെന്നെത്തുന്നത് സാൾട്ടി ഓഷ്യൻ വാട്ടറിലേക്കാണ്. നമ്മുടെ അഴിമുഖങ്ങൾ നമുക്കറിയാം, നമുക്കത് പഠിക്കാനുണ്ട്. എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എസ്ച്വറി. അതിനെയാണ് അഴിമുഖങ്ങളെയാണ് നമ്മൾ എസ്ച്വറി എന്ന് വിളിക്കുക. ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ നൈൽ റിവർ ഇൻ ആഫ്രിക്ക ആൻഡ് ദ ആമസോൺ റിവർ ഇൻ ദ സൗത്ത് അമേരിക്ക ക്യാരീസ് ദ മോസ്റ്റ് വാട്ടർ. ദ മിഡിൽ ഈസ്റ്റ് റിവർ ഈസ് ദ യെല്ലോ റിവർ മഡ്യസ്റ്റ് റിവർ ഈസ് ദ യെല്ലോ റിവർ ഇൻ ചൈന. നന്നായിട്ട് മഡ് അടങ്ങിയ റിവറാണ് യെല്ലോ റിവർ, അതുകൊണ്ടായിരിക്കും യെല്ലോ റിവർ എന്ന് പേര് വന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിവർ സിസ്റ്റം. എന്തൊക്കെയാണ് റിവർ എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? ബേസിക് ഫംഗ്ഷൻ ഓഫ് ദ റിവേഴ്സ് ഈസ് ടു കൺവേ സർപ്ലസ് റെയിൻ വാട്ടർ ഫ്രം ദ ലാൻഡ് ടു സീ. ആണ് അധികമാവുന്ന സർപ്ലസായി വരുന്ന റെയിൻ വാട്ടറിനെ കടലിലെത്തിക്കുന്ന മെയിൻ ഫംഗ്ഷനാണ് പുഴ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനുവലി ദ റിവേഴ്സ് ക്യാരി ഫ്രഷ് വാട്ടർ ഈക്വലൻ ടു 25 സെൻറ്റിമീറ്റർ ഓഫ് റെയിൻ evenly distributed over the whole and land surface. ഇനി കുറച്ച് പോയിന്റ് പറയുന്നത്. ദ പോയിന്റ് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ റിവർ ഈസ് സോഴ്സ്. കാരണം എവിടെ നിന്നാണ് പുഴ ഉത്ഭവിക്കുന്നത് അവിടെയാണ് സോഴ്സ് എന്ന് പറയാം. ദ പാത്ത് ഇറ്റ് ടേക്സ് ഇസ് ദ കോഴ്സ്. ആ പാത്ത്, പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാത്തിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാം, റിവറിൻ്റെ കോഴ്സ് എന്ന് പറയാം. ദ സ്ട്രീം വിച്ച് പിൻ അലോങ് ദ കോഴ്സ് ആർ ദ ട്രിബ്യൂട്ടറീസ്. കാരണം അത് പുഴകൾ ഉത്ഭവിച്ചെടുത്തുനിന്ന് അതേപോലെ അല്ല, അപ്പോൾ അതിന് കുറേ കൈവഴികളുണ്ടാവും, അതിനെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയാം, കൈവഴികൾ, പുഴയുടെ കൈവഴികൾ. ആൻഡ് ദ ചാനൽ വിച്ച് ഇറ്റ് ഫ്ലോസ് ടു ദ ഈസ് ദ ബെഡ്. കാരണം ആ ഇത് പുഴ ഒഴുകുന്നതിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയാം, റിവർ ബെഡ് എന്ന് പറയാം. ഇനി ഈ പുഴ ഒഴുകി അവസാനം ചെന്നെത്തുക ഓഷ്യനിലെ എസ്റ്ററി വഴിയാണ്. അവിടെ എത്തുന്ന ആ കടലിലേക്ക് എത്തുന്ന വന്ന് വെള്ളം ചേരുന്ന സ്ഥലത്തിന് അതിനെ മൗത്ത് എന്ന് പറയാം. ഈസ് ദ പോയിന്റ് ഓഫ് എൻട്രി ഇൻ ടു ദ സീ ഓർ ലേക്ക് ഈസ് ഓർ എസ്റ്ററി ഈസ് കോൾഡ് ഇറ്റ്സ് മൗത്ത്സ്. വായ എന്ന് പറയുന്നത്. കാരണം അത് ഒരിക്കലും ഉത്ഭവ സ്ഥലമല്ല, അവിടെ കടലിലേക്ക് എത്തിച്ചേരുന്ന പോയിന്റിനാണ് മൗത്ത് എന്ന് പറയാം. മറൈൻ ഓർ ഓഷ്യൻ എക്കോസിസ്റ്റം. മറൈൻ എക്കോസിസ്റ്റം ഇത് സാൾട്ട് മറൈൻ എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. നമുക്കറിയാം ഓഷ്യൻസ്, എസ്റ്ററീസ്, ലഗൂൺസ്, മാംഗ്രൂവ്സ് ആൻഡ് കോറൽ റീഫ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ. ആൻഡ് ദ ഡീപ് സീ ആൻഡ് ദ സീ ഫ്ലോർ. ഇത്രയാണ് മറൈൻ എക്കോസിസ്റ്റത്തിൽ വരുന്നത്. എസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അഴിമുഖങ്ങൾ. ദീസ് ആർ ദ ജൈജാൻറ്റിക് റിസർവോയേഴ്സ് ഓഫ് വാട്ടർ കവറിംഗ് അപ്രോക്സിമേറ്റ്ലി 71% ഓഫ് ദ എർത്ത് സർഫസ്. ആൻ ഏരിയ ഓഫ് സം 361 million square kilometer. These ecosystems are different from freshwater ecosystem mainly because of its salty water. The salt concentration in an open sea usually 3.5%. 3.5% എന്ന് പറയുമ്പോൾ 35 parts per 1000 പാർട്സുകൾ എടുത്തു കഴിഞ്ഞാൽ 35 പാർട്സ് സാൾട്ടാണ്. ഡോമിനൻറ്റ് അയോൺസ് ആർ സോഡിയം ആൻഡ് ക്ലോറൈഡ്. നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. ആണ് ആ 2 അയോൺസ് കൂടാനുള്ള കാരണം. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് മറൈൻ എക്കോസിസ്റ്റം 2 to 3 degree സെൻറ്റിഗ്രേഡ്. ഇനി മറൈൻ എക്കോസിസ്റ്റത്തിൽ വരുന്ന ബയോട്ടിക് കമ്പോണൻറ്റും അബയോട്ടിക് കമ്പോണൻറ്റും. ബയോട്ടിക് കമ്പോണൻസ് പ്രൊഡ്യൂസേഴ്സ്, അതിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, ലാർജ് സീ വീഡ്സ് എല്ലാം വരും. കൺസ്യൂമേഴ്സായിട്ട് വരുന്നത് ഹെർബിവോസ് ആൻഡ് ഫീഡ് ഡയറക്ട്ലി ഓൺ ദ പ്രൊഡ്യൂസേഴ്സ്. മൊളസ്ക്, ഫിഷ്, അങ്ങനെ ചെറിയ ഫിഷുകളെല്ലാം കൺസ്യൂമേഴ്സിലാണ് വരിക. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ദീസ് ആർ ദ കാർണിവോസ് ഫിഷ്, ഹെറിങ്, സാത്ത് ആൻഡ് മാക്കറൽ. കുറച്ച് വലിയ മീനുകൾ അതുപോലത്തെ വേറെ മത്സ്യങ്ങളെ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിക്കുന്ന ഇതാണ് വരിക. ടെർഷ്യറി കൺസ്യൂമേഴ്സ് ദീസ് ആർ ദ ടോപ്പ് കാർണിവോസ് ഓഫ് ഫിഷ്. കാരണം ഏറ്റവും വലിയ ഫിഷുകൾ, കാരണം അത് മറ്റ് ഇതിനെയാണ് അവർ കഴിക്കുന്നത്. ഡീകമ്പോസേഴ്സ് ദീസ് ആർ ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗൈ. അബയോട്ടിക് കമ്പോണൻറ്റിൽ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സോൾട്ട് കോൺസെൻട്രേഷൻ, വേരിയബിൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ്, ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഒക്കെ എല്ലാത്തിലും വരുന്ന ഇത് തന്നെയാണ്.
ഇനി നമുക്ക് എസ്റ്റുറീസ് നോക്കാണ്ട്. എസ്റ്റുറീസ് എന്ന് പറഞ്ഞാൽ അഴിമുഖങ്ങൾ. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എസ്റ്റുറി. കാരണം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും മറൈൻ എക്കോസിസ്റ്റവും കൂടിച്ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ രണ്ട് ഐറ്റത്തിലെയും സ്പീഷീസുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി റിച്ചായ ഒരു ഏരിയയാണ് അത്. സസ്യങ്ങളായാലും നല്ല ന്യൂട്രിയൻ്റ് മണ്ണുമായിരിക്കും അവിടെ. ആൻഡ് എസ്റ്റുറി ഈസ് എ യൂണിക് എൻവയോൺമെൻറ്റ് വേർ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ come together. Estuaries are found in the coast where the river, bay of other sources of fresh water has access to open sea. ആണ് ഓപ്പൺ സീയിലേക്ക് ഫ്രഷ് വാട്ടർ വന്ന് ചേരുന്ന സ്ഥലമാണ്. നമുക്കറിയാം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലായ പൊന്നാനി ഒരു അഴിമുഖമാണ്. ഭാരതപ്പുഴ ഒക്കെ വന്ന് ചേരുന്ന, അതുപോലെ കടലുണ്ടി, ഇതൊക്കെ കടലിലേക്ക് പുഴ വന്ന് ചേരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എന്നാൽ ഇവിടെ വേലിയേറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം അങ്ങോട്ട് പോവാതെയും കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയം. അപ്പോൾ അവിടെ നമുക്ക് കാണുന്ന കുറേ ഇതുണ്ട്, മത്സ്യങ്ങളും ധാരാളം ഉണ്ടാകും. അതുപോലെ ഉപ്പുവെള്ളം അങ്ങോട്ട് കയറും ചെയ്യും. വേലിയേറ്റുണ്ടാകുന്ന സമയത്ത് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറും. അതുപോലെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് മിക്സ് ചെയ്തായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഈ കക്ക പോലത്തെ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടാവാനുള്ള നല്ല കുറേ അധികം സ്പീഷീസ് ഉണ്ടാവും. So there can be a changes of salinity, temperature and other physical properties in an estuarial system, which means the organism there must be a very tolerant to change. Even with consideration of estuaries are among the most fertile places in the world. All kinds of plants and animals live there. നേരത്തെ പറഞ്ഞു ഏറ്റവും ഫെർട്ടൈലായ മണ്ണ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയാണ് എക്കോസിസ്റ്റങ്ങളിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.